നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. മാർച്ച് 3-ാം തീയതി പൂന്താന ദിനമാണ്. പൂന്താനത്തിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പൂന്താനം തിരുമേനി, പൂന്താനം ഇല്ലത്ത്, അതുമാത്രമേ നമുക്കറിയാവുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നോ വേറൊന്നും വയസ്സ് എത്രയാണെന്നോ ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ. പിന്നെ ഒരു ഡേറ്റ് ഓഫ് ബർത്തൊക്കെ പറയുന്നുണ്ട്, നമുക്കത് വിശ്വസിക്കാം, അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം നമ്മളുടെ കീഴാറ്റൂർ എന്ന് പറയുന്ന നമ്മുടെ തിരുമാന്താംകുന്നിൻ്റെയൊക്കെ അടുത്ത് കീഴാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്തെ പൂന്താനം ഇല്ലത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് വലിയ കൃഷ്ണഭക്തനായിരുന്നു. ഗുരുവായൂരപ്പ ഭക്തൻ, അത് പറയുന്നതാണ് ശരി. അദ്ദേഹത്തെക്കുറിച്ച് വളരെയധികം കഥകൾ ഗുരുവായൂർ പ്രദേശത്ത് മാത്രമല്ല എല്ലാ ഗുരുവായൂരപ്പ ഭക്തന്മാരുടെ മനസ്സിലും കൂടെ ഓടി മറയാറുണ്ട്. കാരണം അതുപോലെ ഒരു ആളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ബാക്കി പല ഭക്തകവികളും ഒക്കെ ഉണ്ടല്ലോ. മേൽപ്പത്തൂരുണ്ട്, പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെല്ലുമംഗലം സ്വാമിയാരുണ്ട്, കുറൂരമ്മയുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും നിഷ്കളങ്കനായിട്ടുള്ള, ഇവരാരും നിഷ്കളങ്കരല്ലെന്നല്ല പറയുന്നത്, പക്ഷേ ഏറ്റവും ലാളിത്യം തുളുമ്പുന്ന വാക്കുകളിൽ കൂടി നമ്മളെയൊക്കെ ആ തത്വങ്ങളിലേക്കൊക്കെ എത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട പൂന്താനത്തിനെ പറ്റി നമുക്കെല്ലാവർക്കും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും പിന്നെ ഭക്തിയോടും ഒക്കെ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ള 2 ചെറിയ കഥകൾ ഇന്ന് പറയാം. അദ്ദേഹം അന്ന് വാഹന സൗകര്യമൊന്നുമില്ലല്ലോ. നടന്നു വേണം എന്നും വരാനായിട്ട്. ഇദ്ദേഹമാണെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലുമൊക്കെ പോവുകയും ചെയ്യും. എപ്പോഴും ഗുരുവായൂരപ്പൻ്റെ ഒരു ആശ്രിതനും ഭക്തനുമായിരുന്നല്ലോ അദ്ദേഹം അങ്ങനെ പോവുകയാണ്. വൈകുന്നേരമായി. അപ്പോൾ ഇതുപോലെ ജനനിബിഡമായ സ്ഥലമൊന്നുമല്ല, അത് കാട്ടിൽ കൂടി വേണം പോകാനായിട്ട്. അദ്ദേഹം ഒറ്റയ്ക്ക് അങ്ങനെ പതുക്കെ നമ്മുടെ കുചേലൻ പറഞ്ഞതുപോലെ കൃഷ്ണനാമ അല്ലേ ജാലങ്ങളെ അങ്ങനെ ചൊല്ലിയാണ് പോകുന്നത്. ഇദ്ദേഹവും ഇത് ഭഗവാനെ പറ്റി, ഗുരുവായൂരപ്പനെ പറ്റി സ്തുതിച്ചുകൊണ്ട് മനസ്സിൽ സ്തുതിച്ച് അങ്ങനെ ആനന്ദ തുന്തിലിനായിട്ട് ഇദ്ദേഹം പോവുകയാണ്. സ്ഥലമാണെങ്കിൽ വളരെ വിജനമാണ്. അതുതന്നെയല്ല, സന്ധ്യയോടടുക്കുന്നു, വനപ്രദേശവുമാണ്. അങ്ങനെ പക്ഷേ ഇദ്ദേഹം അതൊന്നും അറിയുന്നില്ല. കാരണം ഭഗവാനിൽ ചിത്തമർപ്പിച്ചാൽ പിന്നെ എന്താ വേറെന്തെങ്കിലും വേണോ? അങ്ങനെ ഇദ്ദേഹം നടക്കുന്ന സമയത്ത് ചില കൊള്ളക്കാർ അല്ലെങ്കിൽ കള്ളന്മാർ ഇദ്ദേഹത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. നിൽക്കവിടെ നിന്നും പറഞ്ഞു വന്നു. ഇവരുടെ കയ്യിൽ മാരകായുധങ്ങളൊക്കെ ഉണ്ട്. ഇദ്ദേഹം പേടിച്ചു പോയി. അയ്യോ, എൻ്റെ കയ്യിലൊന്നും ഇല്ലേ, എൻ്റെ കയ്യിൽ യാതൊന്നും ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ഞങ്ങളൊന്ന് നോക്കട്ടെ വല്ലതും ഉണ്ടോ എന്ന്. ഉടനെ അദ്ദേഹം അവിടെ നിന്ന് വെച്ച് കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എന്ന് അദ്ദേഹം അങ്ങ് അലറി വിളിച്ചു പോയി, പേടിയും വിഷമം എല്ലാം കൊണ്ട്. കാരണം വേറെ ആരും സഹായത്തിനല്ല, രാത്രി ആവുന്നേ. അപ്പോൾ അല്ലെങ്കിലും അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ വരുന്നു, കുതിരയുടെ കുളമ്പടി കേൾക്കുകയാണ്. ഇതാ വരുന്നു, ആരാ? മങ്ങാട്ടച്ചൻ, മന്ത്രിയാണ് വരുന്നത്. മങ്ങാട്ടച്ചൻ അങ്ങനെ വരികയാണ്. കുതിരപ്പുറത്ത് അങ്ങനെ അങ്ങ് വന്നു. ഇദ്ദേഹത്തെ കണ്ടപ്പോഴത്തേക്കും കള്ളന്മാരും അവരെ ഓട്ടി. കാരണം അവർക്കറിയാമല്ലോ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ അറിയാമല്ലോ. അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു അവരെല്ലാവരും. തിരുമേനി വിറച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടെ. ഉടനെ തന്നെ ഇദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി. പേടിച്ചു പോയോ എന്ന് ചോദിച്ചു. പിന്നെ പേടിച്ചില്ലേ, ഞാൻ ഇദ്ദേഹം വേഗം താണു തൊഴുതു. കാരണം ഇദ്ദേഹം ഇങ്ങേറ്റത്തുള്ള ഒരാൾ, മറ്റേ മന്ത്രിയല്ലേ വന്നിരിക്കുന്നത്. അങ്ങനെ താണു തൊഴുതു. എന്നിട്ട് പറഞ്ഞു, എന്നാൽ ശരി തിരുമേനി പൊയ്ക്കോളൂ. എങ്ങോട്ടാ, ഗുരുവായൂർക്കാണോ എന്ന് വെച്ചാൽ അതെ ഗുരുവായൂർക്കാ. പോകാറുണ്ടോ? ഉണ്ട്, ഞാൻ മിക്കവാറും പോകാറുണ്ട് എന്ന് പറഞ്ഞു. ഇത് അന്നേരത്തേക്ക് ഇദ്ദേഹം എന്നായിരുന്നു, അദ്ദേഹത്തിന് ആപാടെയുള്ള ഒരു സമ്പത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലൊരു മോതിരം കിടപ്പുണ്ട്. ആ മോതിരം ഊരി കാൽക്കൽ വെച്ചു. എനിക്കിതേ തരാനുള്ളൂ, എന്നെ രക്ഷിച്ചതിന്. ഇല്ലെങ്കിൽ ചിലപ്പം ഞാനിപ്പം ഇവിടെ ശവമായിട്ട് കിടന്നേനെ, പേടിച്ച് തന്നെ. അല്ലെങ്കിൽ അവരെന്താ എന്നെ ചെയ്യുക എന്നൊന്നും എനിക്കറിയില്ലല്ലോ. അല്ല തിരുമേനി, എന്തായാലും പ്രശ്നമൊന്നുമില്ലല്ലോ, പാങ്ങ് പൊക്കോളൂ, സമാധാനമായിട്ട് പൊക്കോളൂ എന്നും പറഞ്ഞ് ഇദ്ദേഹം മോതിരം എടുത്തു. കുതിരപ്പുറത്ത് കയറി ഇദ്ദേഹം പോയി. നമ്മുടെ പൂന്താനം തിരുമേനി വീണ്ടും ഭഗവാനെ പറ്റി ചിന്തിച്ചുകൊണ്ട്, ഭഗവാൻ അയച്ചതാണ് ഇദ്ദേഹത്തെ എന്ന് തീർച്ചയായിട്ടും ഇദ്ദേഹം വിചാരിക്കുമല്ലോ. ഒരു ഭക്തൻ എപ്പോഴും അങ്ങനെ വിചാരിക്കുകയുള്ളൂ. ഭഗവാന്റെ ആ കാരുണ്യത്തിലൊക്കെ മതിമറന്ന് അങ്ങനെ അതൊക്കെ വിചാരിച്ചുകൊണ്ട് ഇദ്ദേഹം അങ്ങനെ പോയി. അന്ന് രാത്രിയിൽ ഗുരുവായൂർ മേൽശാന്തിക്ക് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. ആ ശ്രീലകത്ത് ഒരു മോതിരം ഇരിപ്പുണ്ട്. അത് നമ്മുടെ പൂന്താനം വരുമ്പം കൊടുത്തേക്കണം എന്നാണ്.
പൂന്താനത്തിനെ എല്ലാവർക്കും അറിയാം. അവിടുത്തെ ആ സ്ഥിരമായിട്ട് അവിടെ വരുന്ന എല്ലാവർക്കും, ആ പ്രദേശത്തുള്ളവർക്കും ഒക്കെ അറിയാം ഈ പൂന്താനത്തിനെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ മേൽശാന്തി ഒന്ന് നടന്നുറന്നപ്പം ഇതേ അവിടെ ഒരു മോതിരം ഇരിക്കുന്നു. ഉടനെ തന്നെ അദ്ദേഹം അവിടെ ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞു, ഇതാ ഇങ്ങനെ ഭഗവാൻ എന്നോട് പറഞ്ഞു ഇത് പൂന്താനത്തിന് കൊടുത്തേക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നോ, വരേണ്ട സമയം ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് അന്നവിടെ കൂടി ഇത്രയും ബാഹുല്യമൊന്നുമില്ല, ആൾക്കാരൊക്കെ കുറവാണ്, എന്നാലും കുറച്ച് പേരെപ്പോഴും ഉണ്ടായിരുന്നു അവിടെ അന്നും. അങ്ങനെ ഇദ്ദേഹം പതിവിലും ഒരു ലേശം താമസിച്ചു പോയി. എന്നാലും കുളത്തിലിറങ്ങി കുളിയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പതുക്കെ ഇങ്ങനെ വരികയാണ്. വന്നപ്പോഴത്തേക്ക് കാണുന്നവർ തിരുമേനി വന്നോ, അന്നേരത്തെ കുറച്ച് ഇതേ പൂന്താനം വന്നു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ പൂന്താനം തിരുമേനി അതിശയിച്ചു പോയി. ഇതന്നെ ഞാൻ വരുന്ന ഇവരിങ്ങനെയൊക്കെ പറയുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെപ്പറ്റി? ഇല്ലെങ്കിൽ ഇപ്പം ഒരാൾ വന്നു എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. എൻ്റെ ഗുരുവായൂരപ്പ എന്താണാവോ ഇനി അടുത്ത പ്രശ്നം, എന്താണാവോ എനിക്ക് വച്ചിരിക്കുന്നത് ഇനി അടുത്തത്, ഒരെണ്ണത്തിൽ നിന്ന് രക്ഷിച്ചേ ഉള്ളൂ എന്നെ, ഇനി എന്താണാവോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ വിഷമിച്ച് അങ്ങോട്ട് കയറി ചെന്ന ഉടനെ കണ്ട ഉടനെ തന്നെ ഇത് പറഞ്ഞു, വേഗം വരിക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു പൂന്താനം ഇവിടെ വരൂ എന്ന് പറഞ്ഞു. വേഗം പൂന്താനം അടുത്ത് ചെന്നു, തൊഴുതു. മേൽശാന്തിയല്ലേ, വേഗം ഇത് ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ വച്ചു. ആര് പറഞ്ഞു എന്ന് ചോദിച്ചു. ഇവിടെ ആരാ പറയണേ, എന്നോടിവിടെ പറയാൻ വേറെ ആരാ ഉള്ളത്? ദേ അകത്ത് ശ്രീകോവിലിൻ്റെ തിരുപ്പില്ലേ, ആ ആളെന്നോട് പറഞ്ഞു പൂന്താനം വരുമ്പം തന്നേക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഈ മോതിരത്തിലേക്ക് ഒന്ന് നോക്കുകയും ഇദ്ദേഹം വാവിട്ട് അവിടെ നിന്ന് കരഞ്ഞുപോയി. കാരണം തലേദിവസം നമ്മുടെ മങ്ങാട്ടച്ഛന് കൊടുത്ത മോതിരമല്ലേ അത്, അത് കണ്ടപ്പോഴത്തേക്കും വാവിട്ട് കരഞ്ഞുപോയി. എന്നിട്ട് ഉറക്കെ അവിടെ ഇരുന്നു, ഭഗവാനെ അങ്ങായിരുന്നോ മങ്ങാട്ടച്ഛനായിട്ട് വന്നിട്ട് എന്നെ രക്ഷിച്ചത്, എൻ്റെ കൃഷ്ണ എന്നും പറഞ്ഞ് അവിടെ സാഷ്ടാംഗം അങ്ങ് പ്രണമിച്ചു ശ്രീകോവിലിൻ്റെ മുൻപിൽ. ഇത് കണ്ടപ്പോഴത്തേക്കും അവിടെ കൂടിയിരുന്ന എല്ലാവരും പരസ്പരം നോക്കുക, ഇവർക്ക് ഈ കഥയൊന്നും അറിയാൻ പാടില്ലല്ലോ. അങ്ങനെ അവരെല്ലാവരും പരസ്പരം എന്താ ഈ പൂന്താനം പറയണേ. ഉടനെ തന്നെ അടുത്ത് നിന്ന് എഴുന്നേക്കുക പ്രശ്നം, എഴുന്നേക്കൂ, എന്താ സംഭവിച്ചേ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എന്നെ കൊള്ളക്കാരാക്രമിക്കാൻ വന്നു, ആ സമയത്ത് മങ്ങാട്ടച്ഛൻ വന്നാണ് രക്ഷിച്ചത്. ഞാൻ നിരീക്ഷിച്ചത് മങ്ങാട്ടച്ഛനാണെന്നാണ്, പക്ഷേ ഈ മോതിരം ഞാൻ കൊടുത്തിരുന്നു അദ്ദേഹത്തിന്. ഇപ്പം ഇവിടെ ഈ മോതിരം കണ്ടപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ആ മങ്ങാട്ടച്ഛൻ ആരായിരുന്നു എന്ന്. എന്നെ രക്ഷിക്കാനായിട്ട് എൻ്റെ പൊന്നു ഗുരുവായൂരപ്പനല്ലാതെ ആരാ വരണേ, ഭഗവാനെ ഗുരുവായൂരപ്പ. അന്നേരത്തേക്കും അവിടെ കൂടി നിന്ന് സകലരുടെയും കണ്ഠത്തിൽ നിന്ന് ആ നാമം മുഴങ്ങി, കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ നാരായണ നാരായണ. അത് ഒരു കഥ. രണ്ടാമത്തേതും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെ നടന്ന ഒരു കഥയാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഈ നമ്മുടെ പട്ടേരി അദ്ദേഹം നാരായണീയം എഴുതിക്കൊണ്ടിരിക്കുന്നപ്പോഴാണ് ഇദ്ദേഹം ഇത് ജ്ഞാനപ്പാന എഴുതിയതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. തെറ്റ് തിരുത്താനായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും അത് ഭാഷാ സാഹിത്യമല്ലേ, അത് വേറെ ആരെങ്കിലും കാണിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇവർ രണ്ടുപേരും സമകാലീനരായിട്ട് അവിടെ തന്നെ അങ്ങനെ കഴിയുകയാണ്. അപ്പം ഇദ്ദേഹത്തിന് ഭട്ടതിരിക്ക് ഭഗവാന്റെ ദർശനം ഉണ്ടായിന്ന് കേട്ടു. ഇങ്ങനെ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടു. ഉടനെ തന്നെ പൂന്താനം അദ്ദേഹത്തോട് ഇന്ന് ചോദിച്ചു, അതേ അങ്ങേക്ക് ഭഗവാന്റെ ദർശനം ഉണ്ടായ ഉടനെ ഇദ്ദേഹം ഇത്തിരി എന്ന് വെച്ചാൽ ഇദ്ദേഹം ഭാഷയൊന്നും അറിയാൻ മേലാത്ത ആളാണല്ലോ നമ്മുടെ പൂന്താനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെറുതെ മലയാള ഭാഷയിൽ എഴുതുന്നയാൾ. മറ്റത് ഞാനങ്ങനെയല്ല, വലിയ സംസ്കൃത പണ്ഡിതനാണ് എന്ന് ഉള്ളൊരു ധാർഷ്ട്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വേഗം എന്നാ പറഞ്ഞാൽ എന്തേ ചോദിച്ചേ എന്ന് ചോദിച്ചു. അല്ല, എങ്ങനെ ഈ ഭഗവാൻ ഇരിക്കണേന്നൊന്ന് അറിയാനായിട്ട്, ആ രൂപം എന്തായിരുന്നു എന്ന് അറിയാനായിട്ടാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഈ ഭട്ടതിരിക്ക് പിടിച്ചില്ല നമ്മുടെ പൂന്താനം തിരുമേനി ചോദിച്ച്. അദ്ദേഹം ഉടനെ തന്നെ ഒരു ഇതിൽ എന്നാ പറഞ്ഞെന്നറിയോ, അതേ ഒരു എരുമയുടെ രൂപത്തിലാണ് വന്നതെന്ന് പറഞ്ഞു. അതെയോ, അദ്ദേഹം നിഷ്കളങ്കനാ, ഇദ്ദേഹം ഇങ്ങനെ കളിയാക്കി പറഞ്ഞതാണെന്നൊന്നും അങ്ങേർക്ക് ചിന്തിക്കുന്നില്ല. ചോദിച്ചു, അതെയോ എരുമേലെ രൂപത്തിലാണ്? അതെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു പൂന്താനം തിരുമേനി അങ്ങ് പോവുകയും ചെയ്തു. പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം അങ്ങേരെ പറ്റിച്ചല്ലോ എന്ന് വിചാരിച്ചൊരു സന്തോഷത്തിൽ ഇദ്ദേഹം ഇരിക്കുക. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ശിവേലിക്ക് സമയത്ത് ശിവേലി തിടമ്പുണ്ടല്ലോ, അത്
പുറത്തേക്ക് ഇത് മേൽശാന്തി അതിങ്ങനെ നോക്കിയപ്പോണ്ട് അതിന് 2 കൊമ്പുണ്ടോ എന്ന് തോന്നി. എന്നും ഇത് എടുക്കണമല്ലേ, എനിക്കെന്താ എന്താ ഇങ്ങനെ ഒന്നുമില്ല, അത് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചാൽ അദ്ദേഹം അത് ആ വാതിലിങ്ങ് കടത്താൻ നോക്കിയിട്ടുണ്ടല്ലോ, കടക്കണില്ല. വാതിലിൽ കൂടി കടക്കുന്നില്ല, എന്തേലും തട്ടി നിൽക്കുകയാണത്. അന്നേരം ഉടനെ തന്നെ ഇവർ അപ്പോഴും ഈ ശിവേലിക്കുള്ള സമയമായല്ലോ, അപ്പം ഭക്തരെല്ലാവരും അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, വാതിൽക്ക് നിൽക്കുകയാണ് എല്ലാവരും കൂടെ ഈ ശിവേലി വിഗ്രഹം ഇങ്ങ് വരാനായിട്ട്. ഉടനെ നമ്മുടെ പൂന്താനം അവിടെ ഒന്ന് വിളിച്ചു പറഞ്ഞ്, അതേ ആ കൊമ്പ് തട്ടുന്നതായിരിക്കും വാതിൽക്കൽ, ഒന്ന് ചെരിച്ചിട്ട് കടത്തിക്കഴിഞ്ഞാൽ കടക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം ചെരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങ് പോരുകയും ചെയ്തു. അപ്പോഴാണ് മേൽപ്പത്തൂരിന് തോന്നിയത്, അയ്യോ ഞാൻ പറഞ്ഞത് അദ്ദേഹം വിശ്വസിച്ചു. പിന്നെ നമ്മൾ ഭീഷ്മരുടെ കാര്യത്തിൽ കണ്ടതല്ലേ, ഭക്തൻ്റെ വാക്കും ഭക്തൻ്റെ വിശ്വാസവുമൊക്കെ സത്യമാക്കുന്ന ആളാണ് നമ്മുടെ ഭഗവാൻ എന്ന് ഇല്ലേ. ഞാൻ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആയുധം എടുപ്പിക്കുന്നു ഭീഷ്മർ പറഞ്ഞു. എന്നിട്ട് അത് പാലിച്ച് നമ്മൾ കണ്ടതല്ലേ. അവസാനം യുദ്ധത്തിൻ്റെ സമയത്ത് അർജുനനെ ഇദ്ദേഹം അങ്ങനെ അമ്പ് എയ്തിങ്ങ് വരുന്ന സമയത്ത് ഇദ്ദേഹം ചക്രവും എടുത്തുകൊണ്ട് ചാടി ഇറങ്ങിയത് നമ്മളെല്ലാവരും കണ്ടതല്ലേ. നോക്കിയപ്പോൾ എന്താ, അദ്ദേഹം തലകുനിച്ച് നിൽക്കുകയാണ് ഭീഷ്മ പിതാമഹൻ. അപ്പം അങ്ങനെയുള്ള ആളാണ് നമ്മുടെ ഭഗവാൻ. അപ്പം ഭഗവാൻ പൂന്താനം വിചാരിച്ചു ഇത് എന്താ എരുമയുടെ രൂപമാണെന്ന്. അപ്പോൾ എരുമയുടെ കൊമ്പ ഭഗവാൻ ഭക്തൻ അങ്ങനെ വിചാരിച്ചാൽ അത് തന്നെയാണ് ഞാൻ എന്നുള്ള രീതി കണ്ടപ്പോഴത്തേക്കും വേഗം ഇദ്ദേഹത്തിനും മേൽപ്പത്തൂരിനും സഹിച്ചില്ല കേട്ടോ, ഭട്ടതിരിക്ക് സഹിച്ചില്ല. അയ്യോ ഞാനിങ്ങനെ ഈ ശുദ്ധാത്മാവായി ഇദ്ദേഹത്തിനെ ഇങ്ങനെ പറ്റിച്ചത് അതെൻ്റെ ഭഗവാനെയും കൂടെ പറ്റിക്കില്ലല്ലേ എന്ന് വിചാരിച്ചു. വേഗം അദ്ദേഹം സാഷ്ടാംഗം ഭഗവാന്റെ മുൻപിൽ പ്രണമിച്ച് എന്നിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, എന്നോട് ചിരിക്കണം കാര്യം അങ്ങനെയൊക്കെ കുറേ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് തിരിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് പൂന്താനത്തിനോട് പറഞ്ഞു, പൂന്താനം ഞാൻ എൻ്റെ തമാശ പറഞ്ഞാൽ പോലും ഞാൻ കളിയായിട്ട് പറഞ്ഞതല്ലേ, അതുപോലും അങ്ങ് വിശ്വസിച്ചല്ലോ ഇല്ലേ. ഞാൻ കണ്ടത് ഉണ്ണിയെ, നമ്മളൊക്കെ എപ്പോഴും പറയുന്ന ആ ഉണ്ണിയുടെ രൂപത്തിൽ തന്നെയാണ് കണ്ടത്. ഞാൻ അങ്ങനെയൊന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രൂപം പറഞ്ഞത്. അപ്പം അങ്ങേ അത് വിശ്വസിച്ചില്ല, പിന്നെ അങ്ങ് പറഞ്ഞാൽ ഞാൻ അവിശ്വസിക്കേണ്ട കാര്യം എന്താ എന്നും പറഞ്ഞു. അങ്ങനെയാണ് നമ്മളുടെ പാവം പൂന്താനം തിരുമേനി ഇല്ലേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ.